മക്കളെ, അപ്പോൾ നമ്മുടെ +2 മക്കളെ എല്ലാവരെയും ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ നമ്മുടെ ഒരേ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നിങ്ങൾക്ക് കുറച്ച് പ്രോമിസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ ഓണം എക്സാമിൻ്റെ സിലബസ് നമ്മൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും, ആൻഡ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് ഈ ഒരു ഡേറ്റിൽ കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു റോഡ് മാപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മാസം മുൻപ് തന്നെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഒരേ ബാച്ചിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് നമ്മൾ സക്സസ്ഫുള്ളി തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മോഡൽ എക്സാം സീരീസ് ആണ്. ഇതും നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് എന്തിനാണ് ഇതിപ്പോൾ ബാച്ചിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം എന്തിനാണ് പറയണമെന്നുള്ളത്. അതായത് പല മക്കളും വിചാരിക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തുടക്ക സമയത്ത് നമ്മൾ ബാച്ച് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം തീർക്കും അപ്പം തീർക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ശരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ പല മക്കൾക്കും സംശയമുണ്ട്. ആ ഒരു സംശയം ക്ലിയർ ചെയ്യാന്നുള്ളത് കൂടിയാണ് മിസ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് സിലബസ് തീർക്കും എന്ന് പറയുന്ന ഒരു ഡേറ്റിൽ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ കൂടെ സിലബസ്, മുൻപും ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഓണം എക്സാമിൻ്റെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓണം എക്സാമിൻ്റെ സിലബസ് കറക്റ്റ് ഡേറ്റിൽ, അതും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തോന്നിയ ദിവസം കുറേ ക്ലാസ്സുകൾ എടുത്ത് തീർക്കുക, അതിന് ശേഷം കുറേ ക്ലാസ്സുകൾ ഇല്ലാണ്ടാവുക, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടാതാവുക, അങ്ങനെ ഒരു അവസരം പോലും ഇല്ലാതെ ഏറ്റവും ക്വാളിറ്റിയിൽ തന്നെയുള്ള ക്ലാസ്സുകൾ, അതും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസും നമ്മൾ തീർത്തിട്ടുള്ളത്. ഇനിയും മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മോഡൽ എക്സാം സീരീസ് ആണ്. ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നിങ്ങൾ ഏതൊരു എക്സാം, നിങ്ങളുടെ ഓണം എക്സാം ആയിക്കോട്ടെ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഈവൻ നിങ്ങളുടെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ആ ഒരു എക്സാംസ് നിങ്ങൾ എഴുതുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എക്സാം വിന്നറിൻ്റെ ഒരു മോഡൽ എക്സാം എഴുതി നിങ്ങൾ അതിലൊരു പ്രാക്ടീസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എല്ലാം എഴുതാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി തീർത്തു. ഇനി നമ്മൾ മോഡൽ എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. 27 നവംബർ മുതൽ 30 വരെയുള്ള ഡേയ്സിലുള്ളതായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും അത് റിവിഷൻ ചെയ്യാനും അതിന് മോഡൽ എക്സാം എടുക്കാനും ഒക്കെ ഉള്ള സമയം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലുള്ള നമ്മുടെ ഒരേ ബാച്ചിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ റിസൾട്ട് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയോ കുട്ടികൾക്കാണ് ഫുൾ മാർക്കും, അതേപോലെ തന്നെ സയൻസ് സബ്ജക്ട്സിൽ ഫുൾ മാർക്സ്, സയൻസ് സബ്ജക്ട്സിൽ ഫുൾ A+, അങ്ങനെ ഒരുപാട് കുട്ടികളാണ് ഈ ഒരു സക്സസ് നേടിയിട്ടുള്ളത്. അത് അവർക്ക് കിട്ടിയത് ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അവർ അതിനനുസരിച്ച് അത് ഫോളോ ചെയ്ത് പഠിച്ചത് കൊണ്ടുമാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ. ഇനി ഇത്രയും കാലം മിസ് ചെയ്തില്ല, ഇനി ഞങ്ങൾ എന്താക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലാസ്റ്റ് മിനിറ്റിലാണെങ്കിൽ കൂടെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലുള്ള ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ ലെവലിൽ പോയാൽ നിങ്ങൾ എത്ര മാർക്സ് വാങ്ങിക്കോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ പബ്ലിക് എക്സാമിലെങ്കിലും പ്രോപ്പറായിട്ട്, ഇപ്പം നമ്മുടെ ഒരേ ബാച്ചിലുള്ള മക്കളൊക്കെ പഠിച്ചതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. ഇത് ഡിസംബർ 26 സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ്സും ഷോർട്ട് നോട്ടും വർക്ക്ഷീറ്റും PYQ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലാബ് എക്സാമിൻ്റെ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരേ ബാച്ചിലുള്ള മക്കൾക്ക് ക്രാഷ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ടാകും. അപ്പോൾ മക്കളെ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ലേറ്റ് ആക്കാതിരിക്കുക, വേഗം തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ഫ്രീ നോട്ട്സ്, അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ പോകുന്ന ക്ലാസ്സുകളുടെയൊക്കെ ഫ്രീ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇനിയുള്ള സമയം ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ഇനിയുള്ള സമയം കൂടെ മിസ്സാക്കാൻ പാടില്ല. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ക്രിസ്മസ് എക്സാം പ്രോപ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അതല്ല നിങ്ങൾ നമ്മുടെ പബ്ലിക് എക്സാം ആണ് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ പഠിച്ചെങ്കിൽ മാത്രമേ എന്തൊരു കാര്യവും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു കാര്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോവുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾ എല്ലാവരും റെഡി ആയിരുന്നോളൂ. 27 മുതൽ 30 വരെ നമ്മുടെ മോഡൽ എക്സാം സീരീസ് നടക്കാൻ പോവാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക.